അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞ വാക്കെന്താ അറിയോ? മോനെ, സമസ്ത ഹക്കാണ്. ഉസ്താദ് പറഞ്ഞ വാക്കാണ് ഞാൻ പറയണത്. ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണല്ലോ. അള്ളാഹുവിടത്തിലൂടെ സ്വർഗത്ത് കിടക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത ഹക്കാണ്, സമസ്ത ഹക്കാണ്. ആ ഹക്കായ സമസ്തയെ സ്ഥിരപ്പെടുത്താൻ അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമായതൊക്കെ ഉപയോഗപ്പെടുത്തണം. വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും, കുറച്ചൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. എന്ത് നേരിട്ടാലും നമുക്കുറപ്പാണ് ഇത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഹഖ, അത് സുന്നത്തുൽ ജമാഅത്തിന്റെ നേർരൂപമാണ്. ആരെന്ത് പറഞ്ഞാലും ഈ പ്രസ്ഥാനത്തെ തളച്ചിടാനോ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു സംശയമില്ല. നമ്മളതിൻ്റെ കൂടെ നിൽക്കുക, പാറ പോലെ ഉറച്ചു നിൽക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവിടെ നിന്നാൽ റബ്ബിൻ്റെ സഹായം നമുക്കുണ്ടാകും. ഒരു സംശയമില്ല. റബ്ബ് നമ്മളെ സഹായിക്കും, പടച്ചോ നമ്മളെ കൂടെ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ആളുകളുടെ സഹായം നമുക്കുണ്ടാകും. അവിടെയല്ലേ ഷെയ്ഖുന ശംസുലൈ നമ്മൾ ഓർക്കേണ്ടത്, അവിടെയല്ലേ കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കേണ്ടത്, അവിടെയല്ലേ അത്തിപ്പറ്റ ഉസ്താദിനെ ഓർക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ചാവക്കാട് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അന്ന് അത്തിപ്പറ്റ ഉസ്താദുണ്ട്. ആ പ്രോഗ്രാമിന് അന്ന് ഈ സ്ക്രീൻ വെച്ച പരിപാടിയായപ്പോൾ എനിക്ക് ഭയങ്കര പേടി വന്നു. ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഉസ്താദിനോട് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയില്ല, ഭക്ഷണം കഴിക്കാൻ തന്നെ പേടിയായിരിക്കും. ഉസ്താദ് ഈ സ്ക്രീനിനെ കുറിച്ച് വല്ലതും പറയോ എന്ന് എനിക്ക് പേടി മനസ്സിൽ വന്നു. അപ്പോൾ എന്താ ചോദിക്കുക, അതിനെന്താ മറുപടി പറയാം? ആ പേടിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ തുണി കെട്ടിയിട്ടുള്ള പരിപാടി ഉണ്ടോ ചോദിച്ചു. എൻ്റെ കൈയും കാലം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. പടച്ചോനെ, തുണി കെട്ടിയിട്ടുള്ള ആ പരിപാടി ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ സംഘാടകർ അങ്ങനെ വേണമെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓരോ മേത്ത് കെട്ടിട്ട് പതുക്കെ ഓരോങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ വാക്കെന്താ അറിയോ? അന്ന് തുണി കെട്ടിയിട്ടുള്ളൊരു പരിപാടി വേറെ വിഷയത്തിലായിരുന്നു. അപ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞ വാക്കെന്താ അറിയോ? മോനെ, സമസ്ത ഹക്കാണ്. ഉസ്താദ് പറഞ്ഞ വാക്കാണ് ഞാൻ പറയണത്. ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണല്ലോ. അള്ളാഹുവിടത്തിലൂടെ സ്വർഗത്ത് കിടക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത ഹക്കാണ്, സമസ്ത ഹക്കാണ്. ആ ഹക്കായ സമസ്തയെ സ്ഥിരപ്പെടുത്താൻ അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമായതൊക്കെ ഉപയോഗപ്പെടുത്തണം, ആവശ്യമായതൊക്കെ ഉപയോഗപ്പെടുത്തണം. അന്നാണ് എനിക്ക് സ്ക്രീൻ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയിലേക്ക് ഒരു മനസ്സമാധാനം കിട്ടിയതും സന്തോഷമായതും. സാധാരണ വാക്കതാണ്, ഹക്ക് സ്ഥിരപ്പെടുത്താനല്ലേ ആവശ്യമായതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് അത്തിപ്പറ്റ ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞ ആരെയാണ്. അത്തിപ്പറ്റ ഉസ്താദ് ചെറിയ ആളല്ല, വലിയ മഹാനാണ്. ഞങ്ങൾ ഒമാനിലൊരു പ്രോഗ്രാമിന് പോയി. ഞാനും ഞംടി ദാരിം ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ സൊഹാറിലെ അവിടെ ഒരു ഷെയ്ഖ് ഹംദാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ പോയി. വലിയ മഹാനാണ്. അവിടെ അറബികളൊക്കെ ആദരിക്കുന്ന ഒരു വലിയൊരു മഹാനാണ് ഷെയ്ഖ് ഹംദാൻ എന്ന് പറയുന്നത്. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിനോട് സംസാരിച്ച് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വിവരണമായി. ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യോ? നിങ്ങൾ കേരളക്കാരല്ലേ, നിങ്ങളുടെ നാട്ടിലല്ലേ ഷെയ്ഖ് അത്തിപ്പറ്റയുള്ളത്? അത്തിപ്പറ്റ സംഘങ്ങളുടെ നാട്ടിലല്ലേ? ആരാ അത്തിപ്പറ്റ സംഘങ്ങൾക്ക് അറിയില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുക. ഞാൻ കേരളത്തിലേക്ക് പലവട്ടം വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ലക്ഷ്യം അത്തിപ്പറ്റ സ്ഥാനം കാണലായിരുന്നു. ആദ്യം ഞാൻ അത്തിപ്പറ്റ സ്ഥാനം കാണാൻ വന്നപ്പോൾ ഉസ്താദിൻ്റെ വീട് വളരെ ചെറുതായിരുന്നു. അത് കണ്ടെനിക്ക് പ്രയാസത്തോടുകൂടെ അടുത്ത വരവിന് ഞാൻ വരുമ്പോൾ അത്തിപ്പറ്റ സ്ഥാനിൻ്റെ വീട് കയറ്റാനുള്ള കാശുമായിക്കൊണ്ടാണ് ഞാനന്ന് അവിടെ വന്നത്. ഇതാരാ പറയുന്നത്? ഗൾഫിലെ അറബി. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ നിന്ന് പല ഷെയ്ഖന്മാരിൻ്റെ അടുത്ത് വരാറുണ്ട്, അവർ കാശിന് വേണ്ടി ഇങ്ങോട്ട് വരാറാണ്. ഞാൻ അങ്ങോട്ട് പോയത് അത്തിപ്പറ്റ സ്ഥാനം കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊടുത്തപ്പോൾ ഉസ്താദ് മേടിച്ചില്ല. വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഉസ്താദ് മേടിച്ചു. ആ മേടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ നാട്ടിലത്തെ ഒരു മുത്തവ്വ, അദ്ദേഹം ഉപയോഗിച്ച വാക്കെങ്ങനെയാണ്, വന്നു എന്തോ അത്തിപ്പറ്റ സ്ഥാനം സംസാരിക്കുന്നത് കണ്ടു. ഞാൻ കൊടുത്ത കാശ് മുഴുവൻ അത്തിപ്പറ്റ ഉസ്താദ് അപ്പത്തിനെടുത്ത് ആ മുത്തവ്വക്ക് കൊടുത്തു. എന്നിട്ട് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു, അത്തിപ്പറ്റ ഉസ്താദ് വലിയല്ലെങ്കിൽ പിന്നെ ആരാ വലിയ? ആ മഹാൻ നിങ്ങളുടെ നാട്ടിലല്ലേ? ആ മഹാനാണ് നമ്മോട് പറഞ്ഞത്, സമസ്തയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, സാധ്യമാകുന്നതൊക്കെ ചെയ്യണം, എന്തൊക്കെ സമസ്തയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വാക്കാണത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതും അതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും വലിയ ദഅവത്ത് എന്നുള്ളത് പരിശുദ്ധമായ ദീനിനെ, സുന്നത്ത് ജമാഅത്തിനെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് കിട്ടാവുന്ന വേദികൾ, പറ്റാവുന്ന സംരംഭങ്ങളൊക്കെ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ ദീനെ ശക്തിപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.